ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ഒരുപാട് പ്രാവശ്യം റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മാറ്റിയ ഒരു ചിത്രം കൂടെയാണ് ലാലേട്ടൻ നായകനാകുന്ന ദൃശ്യം 3. ദൃശ്യം 2, ദൃശ്യം 3. ദൃശ്യം ഫ്രാഞ്ചൈസ് ഇനിയും വേണോ, ഇനിയും അതിൻ്റെ പാർട്ട് റിലീസ് ചെയ്യണോ എന്നുള്ളൊരു ചോദ്യങ്ങളും ഉയരുന്നുണ്ടായിരുന്നു. ജിത്തു ജോസഫ് സംവിധായകനായി ലാലേട്ടൻ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമാണ് ദൃശ്യം 3. മീന, എസ്തർ അനിൽ, സിദ്ദീഖ്, ആശാ ശരത് എന്നിവരൊക്കെയാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. അപ്പോൾ ദൃശ്യം തിയേറ്ററിൽ ഒരു 4ാം ക്ലാസ്സുകാരൻ്റെ വൻ വിജയമായി 50 കോടിയും ചരിത്രവും റെക്കോർഡുകളുമായിട്ട് മുന്നേറി. രണ്ടാമത് ദൃശ്യം 2 OTTയിലേക്ക് പോയി വൻ വിജയമായി. ഇപ്പോൾ ദൃശ്യം 3 റിലീസ് ചെയ്യുവാണ്. സാധാരണ ഏപ്രിൽ 2 വാഴ 2 റിലീസ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ പല കാരണങ്ങളായാലും റിലീസ് നീട്ടിവെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ മെയ് 21, അതായത് ലാലേട്ടൻ്റെ പിറന്നാളോടനുബന്ധിച്ച് ആ സമയത്ത് തന്നെയാണ് വലിയ പെരുന്നാളും വരുന്നത്. അപ്പോൾ 2 സമയങ്ങൾ, 2 ഒരു സെലിബ്രേഷൻസ് തന്നെ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സിനിമ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നത്. പ്രേക്ഷകർക്കിടയിൽ ദൃശ്യം 3 വേണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ദൃശ്യം 2 OTTയിലായിരുന്നു റിലീസ് ആയതുകൊണ്ടാണ് ഇത്രയും ഹിറ്റായത്. തിയേറ്ററിലായിരുന്നെങ്കിൽ പരമാവധിയും സിനിമ ഫ്ലോപ്പായ എന്നാണ് പലരും ഇപ്പോൾ പറയുന്നത്. അതെന്താണെന്ന് അറിയില്ല. കാരണം പലരും മുമ്പ് നമ്മൾ ദൃശ്യം 2 കണ്ടത് OTTയിലാണ്. അപ്പോൾ OTTയിൽ കണ്ടപ്പോൾ എല്ലാവരും ത്രില്ലടിച്ചു, കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു, വൻ സിനിമയാണെന്നൊക്കെ പറഞ്ഞു, ലാസ്റ്റ് ആ സീനൊക്കെ കിടിലനമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ഫ്രാഞ്ചൈസിനെ പൊക്കിയടിച്ചു. ദൃശ്യം 3 വരുമ്പോൾ ഇപ്പോൾ പലരും പറയുന്നത് ദൃശ്യം 3 എടുക്കാൻ വേണ്ടിയിട്ട് ഇനി എന്താണുള്ളത്, ദൃശ്യം 2 തന്നെ ബോറായിരുന്നു എന്നാണ് പറയുന്നത്. ദൃശ്യം 2 ആ ലാസ്റ്റ് ആ കോർട്ടിലുള്ള ആ ഒരു മൊമെന്റ്, വാ തുറക്കുന്ന ആ ഒരു മൊമെന്റ് മാത്രമാണ് കൊള്ളാന്ന്. അതാണ് ഒരു സസ്പെൻസ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. മറ്റു എന്താണ് ഉണ്ടായിരുന്നില്ല, ചുമ്മാ വലിച്ച് നെഴിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു സംസാരങ്ങൾ ഇപ്പം ഉറപ്പായിട്ടും വരുന്നുണ്ട്. അത് പല ആൾക്കാരും കേട്ട് കാണും. OTTയിലല്ലാതെ തിയേറ്ററിലാണ് വന്നെങ്കിൽ ദൃശ്യം 3 വിജയമായിരിക്കില്ല എന്ന് വരെ സംസാരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെയുള്ള ദൃശ്യം 3 എന്തുകൊണ്ടാണ് വീണ്ടും റിലീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇനി എന്ത് കഥകളാണ് കൊണ്ടുവരുന്നത്? ഇപ്പോൾ തന്നെ ജിത്തു ജോസഫിൻ്റെ പല ഇൻ്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ എങ്ങനെയാണ് സിനിമ, വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും കൊടുക്കേണ്ട, ചെറിയൊരു കൊച്ചു സിനിമകളൊക്കെ ആയിരിക്കും, ഇമോഷണലി ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ പ്രതീക്ഷ പോലെയും ഇമോഷണലി വരാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. കാരണം ഈ സിനിമയിൽ പ്രത്യേകിച്ച് ഇനിയിപ്പം എന്താണ് ജിത്തു ജോസഫ് വച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഹൈപ്പ് കയറ്റാതെ വല്ലതും പറയുന്നതാണോന്നും അറിയില്ല. മൊത്തത്തിൽ ഈ സിനിമയോട് വരുമ്പം എന്തുകൊണ്ട് ഇനി ദൃശ്യം 3, ഇനി ഇതിന് അടുത്ത പാർട്ട് ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. പാർട്ട് ഇല്ല എന്ന് പറഞ്ഞു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇനി പാർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതോടെ നിർത്തുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇനി നെക്സ്റ്റ് പാർട്ടിന് വേണ്ടിയിട്ട് പോകുന്ന ഒരു സാധ്യതയ്ക്ക് പോകണ്ട. കാരണം ടു ബി ഓണസ്റ്റ് എന്തായാലും ആളുകൾക്ക് മടുക്കും. പിന്നെ ആളുകൾ തിയറി ഉണ്ടാക്കും, അതിൽ വേറെ സംശയങ്ങളൊന്നുമില്ല. കാരണം ഇനിയിപ്പോൾ എന്ത് സ്റ്റോറി വരുമെന്നുള്ള ഒരു ടോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ മൈൻഡിൽ ഓർമ്മ ഉണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഈ സ്റ്റോറി ആയിരിക്കും വരുന്നത് എന്നൊരു തോന്നലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. ആന്റണി പെരുമ്പാവൂറാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അറിയാമല്ലോ, വേറെ അതിൽ സംശയങ്ങളൊന്നുമില്ല. ലാലേട്ടൻ ചെയ്യുന്ന പടങ്ങളൊക്കെ മെജോറിറ്റിയും ചെയ്യുന്നത് ആശീർവാദ് സിനിമാസ് തന്നെയാണ്. അപ്പോൾ ഈ സിനിമ ഇപ്പോൾ മെയ് 21 റിലീസ് ചെയ്യുന്നു. മെയ്യിലാണെങ്കിൽ സിനിമകളുടെ ഘോരമാണ്. അതായത് ഏപ്രിൽ 30 ഇപ്പം ധനുഷിൻ്റെ തന്നെ തമിഴ് സിനിമയായ കര റിലീസ് ചെയ്യുന്നു. മെയ് 1 ലാലേട്ടനും മമ്മൂക്കയും തമ്മിലുള്ള പാട്രിയോട്ട് റിലീസ് ചെയ്യുന്നു. മെയ് 14 ടൊവിനോ തോമസും വിനീത് ശ്രീനിവാസനും ബേസിൽ ജോസഫുമുള്ള അതിരടി റിലീസ് ചെയ്യുന്നു. മെയ് 14 തന്നെ ആന്റണി വർഗീസ് പപ്പയുള്ള കാട്ടാളൻ റിലീസ് ചെയ്യുന്നു. മെയ് 14 തന്നെ സൂര്യയുടെ കറുപ്പ് റിലീസ് ചെയ്യുന്നു. പിന്നെ മെയ് 1 ജോർജിന്റെ വരവുണ്ടെന്ന് അറിയുന്നു, എത്രമാത്രം അത് ശരിയാണെന്ന് അറിയില്ല. പിന്നെ മെയ് 21 ലാലേട്ടൻ്റെ ദൃശ്യം വരുന്നു. അങ്ങനെ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. 1-2 ഈ സിനിമ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് തിയേറ്ററിലേക്ക് മെയ് മാസം സമ്മറിൽ. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് വരുന്നതാണ് ദൃശ്യം വരുന്നത് 21-ാം തീയതി. അതായത് 14-ാം തീയതി, മെയ് 14-ാം തീയതി 4-5 സിനിമകളുണ്ട്. അത് റിലീസ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞാണ് മെയ് 21 പെരുന്നാൾ റിലീസുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. ഇതിലൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ മെയ് 2nd വീക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് വീക്ക് ലാസ്റ്റ് ഒരു 7-ാം തീയതി അല്ലെങ്കിൽ 8-ാം തീയതിക്കുള്ള രീതിയിൽ ജനനായകനും തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ ആ സംസാരങ്ങൾ വരണത് അങ്ങനെയാണ്.
കാരണം മെയ് 4 ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് കഴിയുന്നു, അതിനുശേഷം സിനിമ റിലീസ് ചെയ്യും. സിനിമ ആക്ച്വലി ലീക്കായി, പല ആൾക്കാരും കണ്ട ലീക്കായ ആൾക്കാരെ പോലീസ് പിടിക്കുകയും ഉണ്ടായി. അങ്ങനെ ഒരു എഡിറ്ററിനെ പോലീസ് പിടിക്കുകയുണ്ടായി. അത് കേസുമായി ബന്ധപ്പെട്ട് ആ ഒരു എഡിറ്റിംഗ് അസോസിയേഷൻ തന്നെ സസ്പെൻഡ് ചെയ്യുകയും ഉണ്ടായിരുന്നു. ബട്ട് എന്നിരുന്നാലും സിനിമ റിലീസ് ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അത് കണ്ടു തന്നെ അറിയണം, അല്ലാതെ വേറെ വാക്കുകളൊന്നുമില്ല. കാരണം ഇനിയിപ്പോൾ പ്രൊഡക്ഷൻ ടൈമെന്ന് അവർക്ക് തന്നെ പൈസ കിട്ടണ്ടേ. അപ്പോൾ അവർ ആ മുടക്കിയ ആ ഒരു ഇൻവെസ്റ്റ് കിട്ടണമെങ്കിൽ അവർ തിയേറ്ററിൽ റിലീസ് ചെയ്താലേ കഴിയൂ. ബട്ട് എന്തൊക്കെ റിലീസ് ചെയ്താലും ആള് കയറുമെന്നതിൽ സംശയമുണ്ട്. കാരണം അതിലെ നായകന്റെ പേര് തളപതി വിജയൻ എന്നാണ്. അപ്പോൾ ഇനിയും ദൃശ്യം എന്നൊരു സിനിമയുടെ ആ ഒരു ഫ്രാഞ്ചൈസി നീക്കിക്കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഇനിയും ബോറടിപ്പിക്കണോ അല്ലെങ്കിൽ ഇനിയും നീട്ടിക്കൊണ്ടുപോകണോ എന്നുള്ള ഇപ്പോഴും പറയുന്നുണ്ട്. ഇനിയും ഇറങ്ങിയാലും നല്ല കളക്ഷൻ വരും, നല്ല ആൾക്കാർ കയറും, നല്ലൊരു ചെറിയ പോസിറ്റീവ് മതി, ആളുകൾ കത്തുമെന്നൊക്കെ. അതിന് സംശയമൊന്നും വേണ്ട. കാരണം മലയാളത്തിന്റെ ലാലേട്ടൻ, മലയാളത്തിന്റെ മോഹൻലാൽ അതൊരു സിനിമയിൽ പോസിറ്റീവ് വന്നാൽ അതിപ്പം അവസാനമായിട്ട് തുടരുന്നില്ല, നമ്മൾ കണ്ടതാണ്. സിനിമയിൽ പോസിറ്റീവ് വന്നാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ബട്ട് എന്നിരുന്നാലും എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ടോക്ക് വരുന്നത്? ഇനിയും എന്തിനാണ് ഫ്രാഞ്ചൈസിനെ നീട്ടിക്കൊണ്ടുപോകുന്നത്? അല്ലെങ്കിൽ ഇനി എന്ത് സ്റ്റോറിയാണ് വരാൻ പോകുന്നത്? ഇനി ചുമ്മാ ഇറക്കി പൊട്ടിക്കാൻ തന്നെയാണോ പ്ലാൻ എന്നുള്ളൊരു ടോക്ക് എന്തുകൊണ്ടാണ് വരുന്നതെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇനി നിങ്ങൾക്ക് ഇനി ഇറങ്ങണോ ഇറങ്ങണ്ട എന്നുള്ളൊരു ഐഡിയ ഉണ്ടോ ഇല്ലയോ എന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഞാൻ ഇനിയും ഇതുപോലുള്ള അപ്ഡേറ്റ്സും മൂവി കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ലൈക്ക് ചെയ്തേക്ക്, കമൻറ്റ് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്ക്. സ്റ്റേ സേഫ് ഗൈസ്. ഭയങ്കര ചൂടാണ്, നോക്കിയിരുന്നു.